ഡിയർ സ്റ്റുഡൻസ്, ഇത് പോളിനോമിയൽ എന്ന ചാപ്റ്ററിലുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് എടുക്കുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കാം. If alpha and beta are zeros of the quadratic polynomial 2x square minus 3x plus 7, then find the value of alpha by beta plus beta by alpha. അപ്പോൾ 2x സ്ക്വയർ മൈനസ് 3x പ്ലസ് 7 ഇതാണ് നമ്മുടെ പോളിനോമിയൽ. അതിൽ നമുക്ക് വാല്യൂ കാണേണ്ടത് ആൽഫ ബൈ ബീറ്റ പ്ലസ് ബീറ്റ ബൈ ആൽഫയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എൽസിയം ആൽഫ ബീറ്റ ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ആൽഫ ഇൻറ്റു ആൽഫ എന്ന് പറയുന്നത് ആൽഫ സ്ക്വയർ, ബീറ്റ ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് ബീറ്റ സ്ക്വയർ. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്താണ്? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ ഡിവൈഡ് ബൈ, ഇതിനെ നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതി. അതായത് ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ എന്ന് എഴുതി. ഡിനോമിനേറ്ററിൽ ആൽഫ ബീറ്റ വന്നു. അതായത് ഇതിന് ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആൽഫ സ്ക്വയർ പ്ലസ് 2 ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ സ്ക്വയർ. അതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടിയത്? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്നുള്ള ഫോർമുല. ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ എന്നുള്ളത്. ഇനി നമുക്കറിയാം ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് സീറോസ്. അപ്പൊ ഇതിൽ സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് എന്താ? മൈനസ് ബി ബൈ എ ആണ്. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് 3 എന്ന് പറയുമ്പോൾ 3/2 എന്ന് വരും. ഇനി ആൽഫ ബീറ്റ എന്ന് പറയുന്നത് സി ബൈ എ ആണ്. സി ബൈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7/2. ഇനി ആ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് 3/2 ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ആൽഫ ബീറ്റ എന്ന് പറയുന്നത് 7/2 ഡിവൈഡ് ബൈ 7/2. അപ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9/4. ഈ 2 ക്യാൻസൽ ആവുന്നത് 7 ഡിവൈഡ് ബൈ 7/2. ഇനി ഇതിനെ നമുക്ക് 9 മൈനസ് 7 ഇൻറ്റു 4 എന്ന് പറയുന്നത് 28 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 7/2 എന്ന് വരും. അതായത് ഡിനോമിനേറ്ററിലുള്ള 7/2. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ എന്ത് വന്നു? മൈനസ് 19 ഡിവൈഡ് ബൈ 14. ഇതാണ് ഇതിൻ്റെ ആൻസർ. മൈനസ് 19/14. 2 ഇൻറ്റു 7 14. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക.